ചേറ്റുവയിൽ നിന്ന് 16 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച അപകടം 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു, 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. വാടാനപ്പള്ളിയിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട മരത്തിലിടിച്ച ഒരാൾ മരിച്ചു. വെളപ്പായ സ്വദേശി റിച്ചാർഡ് നിക്സനാണ് മരിച്ചത്. എരുമപ്പെട്ടി മേഖലയിൽ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. വെള്ളാറ്റഞ്ഞൂർ പഴവൂർ പ്രദേശങ്ങളിലെ വീടുകളിൽ വയറിംഗ് പൂർണ്ണമായി കത്തി നശിച്ചു. വെള്ളാറ്റഞ്ഞൂരിൽ തെങ്ങിന് തീപിടിച്ചു. CBSE +2 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. +2വിൽ 99.9% വിജയത്തോടെ തിരുവനന്തപുരം മേഖല മുന്നിൽ. +1 പ്രവേശനത്തിൽ അധിക ബാച്ച് അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിശദമായ വാർത്തയിലേക്ക്. ചേറ്റുവ പടിഞ്ഞാറ് വശം കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. പൊന്നാനി സ്വദേശികളായ സിദ്ദിഖ് മകൻ ഗഫൂർ, കുറിയമാക്കനാത്ത് സലാം എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ഇസ്ഹാഖ് ബോട്ട് സാഗർ യുവരാജ് എന്ന കപ്പലുമായാണ് കൂട്ടിയിടിച്ചത്. ചേറ്റുവയിൽ നിന്നും 16 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് 2ആയി പിളർന്ന് കടലിൽ താഴ്ന്നുപോയി. ബോട്ടിലുണ്ടായിരുന്ന മറ്റ് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മുനക്കിക്കടവ് ഹാർബറിലെത്തിച്ച് ഇവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MLA NK അക്ബർ അടക്കമുള്ളവർ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനും കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. കപ്പൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് കോസ്റ്റൽ പോലീസ് പറഞ്ഞു. കപ്പൽ വന്നിടിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ ഭാഗമായി ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് പൂർണ്ണമായും തകർന്നു. 2 പേര് പ്രശ്നം തന്നെ ഇവരിൽ നിന്ന് മിസ്സായി. ബാക്കിയുള്ള ആളുകൾ തകർന്ന ബോട്ടിന് മുകളിൽ ഇരിക്കുകയും ഉറക്കെ നിലവിളിച്ചതിനെ തുടർന്ന് കപ്പൽ തിരിച്ചു വന്ന് ഇവരെ ഇടിച്ച കപ്പൽ തന്നെ തിരിച്ചു വന്ന് ഇവരെ രക്ഷപ്പെടുത്തി. വാടാനപ്പള്ളി സെന്ററിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. വെളപ്പായ സ്വദേശി കൈതാരത്തെ വീട്ടിൽ 18 വയസ്സുള്ള റിച്ചാർഡ് നിക്സനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പുലരിക്കൽ വീട്ടിൽ ദേവദത്തിന് പരിക്കേറ്റു. വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ ഇരുവരെയും തൃശൂർ അശ്വനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും റിച്ചാർഡിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ വിവേകോദയം സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് റിച്ചാർഡ് നിക്സൺ. 2 മാസം മുൻപാണ് പുതിയ ബുള്ളറ്റ് വാങ്ങിയത്. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ട കാറിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിടിച്ചു. അപകടത്തിൽ കാർ യാത്രികരായ 3 പേർക്ക് പരിക്കേറ്റു. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന കാർ സിഗ്നലിൽ നിർത്തിയിട്ട ഉടനെ പുറകിൽ വന്നിരുന്ന ബസ് കാറിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ നിയന്ത്രണം വിട്ട് എതിർ ദിശയിലുള്ള പാതയിലാണ് നിന്നത്. കാറിന്റെ പിറകുവശം തകർന്നു. കാർ യാത്രികരായ 2 സ്ത്രീകൾക്കും ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയത്. ബസിന്റെ ചില്ല് തകർന്നു. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഗുരുവായൂർ ചൊവ്വലൂർ പടിയിൽ തെരുവുനായ വട്ടം ചാടിയതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ് യാത്രക്കാരന് പരിക്കേറ്റു. കുന്നംകുളം മാനായിക്കൽ അയനിക്കൽ കുമാറിനാണ് പരിക്കേറ്റത്. ചൊവ്വലുപടി പാലത്തിന് സമീപമാണ് അപകടം. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ചൊവ്വലൂപ്പടിയിൽ ബുള്ളറ്റും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരൻ തൃക്കൂർ നന്ദകുമാർ, ചൊവ്വലൂപ്പടി കുന്നത്തോ പോൾസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC സ്വിഫ്റ്റ് ബസ് കാറിലിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. കുന്നംകുളത്ത് നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറിൽ ഇതേ ദിശയിൽ മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ KSRTC ബസ് ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പോവുകയായിരുന്നു കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിലേറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം കുറുക്കൻപാറ സെന്ററിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് ടോറസ് ലോറിയിലിടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. വെള്ളാറ്റഞ്ഞൂർ പഴവൂർ പ്രദേശങ്ങളിലെ വീടുകളിൽ വയറിംഗ് പൂർണ്ണമായി കത്തിനശിക്കുകയും വൈദ്യുത ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പഴവൂർ കുറുപ്പം വീട്ടിൽ കബീറിന്റെ വീട്ടിലെ വയറിംഗും വൈദ്യുത ഉപകരണങ്ങളും കത്തിനശിച്ചു. വെള്ളാറ്റഞ്ഞൂർ പടിഞ്ഞാറ്റുമുറിയിൽ ഐക്കര വേണുഗോപാലന്റെ വീട്ടുപറമ്പിലെ തെങ്ങ് കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്.
CBSE +2 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 87.98% വിജയം. 99.9% വിജയത്തോടെ തിരുവനന്തപുരം മേഖലയാണ് മുന്നിൽ. 98.47 വിജയശതമാനമായി ചെന്നൈ രണ്ടാമതും 96.95 വിജയശതമാനത്തോടെ ബംഗളൂരു മൂന്നാം സ്ഥാനത്തുമാണ്. 10ാം ക്ലാസ്സിൽ 99.6% വിജയം. +1 പ്രവേശനത്തിൽ അധിക ബാച്ച് അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ബാച്ച് വർദ്ധിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട്. നിലവിൽ പ്രതിസന്ധികളില്ല. അത്തരത്തിലുള്ള പ്രചരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അധിക ബാച്ച് അനുവദിക്കണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് വടക്കൻ ജില്ലകൾ. സംഘടനാ ജനറൽ സെക്രട്ടറിക്കെതിരായ ഭരണകൂട നടപടിയിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിൽ തൃശൂർ കളക്ടറേറ്റ് പടിക്കലിൽ പ്രകടനം നടത്തി. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കെതിരെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിക്കലിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സംഘടനാ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരക്കേറിയ സമയത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഡോക്ടറെ തിരുവനന്തപുരം കളക്ടർ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയതും ഇതുമൂലം രോഗികൾ ചികിത്സ കിട്ടാതെ വലഞ്ഞതും വലിയ വിവാദമായിരുന്നു. കളക്ടറുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇത് സംബന്ധിച്ച് ചാനൽ ചർച്ചയിൽ കളക്ടറെ തള്ളി പ്രതികരിച്ചതോടെയാണ് ജയചന്ദ്രന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. നടപടിക്കെതിരെ തൃശൂർ കളക്ടറേറ്റ് പടിക്കൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ഹാപ്പി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് TR ഗോപകുമാർ, ജില്ലാ സെക്രട്ടറി മേർലി എന്നിവർ സംസാരിച്ചു. ADGP P. വിജയൻ കേരള പോലീസ് അക്കാദമി ഡയറക്ടറായി ചുമതലയേറ്റു. സർക്കാരിന്റെ നവകേരളം എന്ന ആശയം പോലീസിന്റെ അക്കാദമി സിലബസിൽ ഉൾപ്പെടുത്തി മികച്ച പോലീസ് സേനയെ നാടിന് സമർപ്പിക്കുമെന്ന് P. വിജയൻ പറഞ്ഞു. KSRTCയുടെ വിനോദയാത്രാ ബസ് വെറ്റിലപ്പാറയിൽ റോഡിലെ മീഡിയനിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഡ്രൈവറെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയി തിരിച്ചു വരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുന്നതായി ആക്ഷേപം. സ്റ്റാൻഡിനകത്തെ ലൈറ്റുകൾ കത്താത്തതാണ് ഇവർക്ക് സഹായകമാകുന്നത്. വൈകിട്ട് 6 മണിയാകുന്നതോടെ പോക്കറ്റടിക്കാരും ഹാൻഡ്സ് വിൽപ്പനക്കാരും ഇവിടെ തമ്പടിക്കുകയാണ്. വൈകിട്ട് 7 കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്ന ബസ്സുകൾ വിരളമാണ്. വെളിച്ചക്കുറവും അനുകൂലമാകുന്നതോടെ പരസ്യമായ മദ്യപാനം ഇവിടെ പതിവാണെന്ന് സ്റ്റാൻഡിനകത്തെ വ്യാപാരികൾ പറയുന്നു. ലൈറ്റുകൾ കത്തിച്ചാൽ തുടർച്ചയായ ദിവസങ്ങളിൽ പകലും രാത്രിയും വ്യത്യാസമില്ലാതെ കത്തിക്കിടക്കുന്നതായും പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വൈകി സ്റ്റാൻഡിൽ എത്തിപ്പെട്ട പെൺകുട്ടിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായതായും പരാതിയുണ്ട്. ഇരുട്ട് നിറഞ്ഞതിനാൽ സ്റ്റാൻഡിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ ദൃശ്യങ്ങൾ വ്യക്തമാകാത്ത സ്ഥിതിയാണ്. സ്റ്റാൻഡിൽ രാത്രി സമയത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. എളവള്ളി പഞ്ചായത്തിനെയും തോളൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മണക്കട പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടു നൽകാൻ തീരുമാനമായി. എളവള്ളി പഞ്ചായത്ത് വിളിച്ചു ചേർത്ത കർഷകരുടെയും സ്ഥല ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം. 16 മീറ്റർ നീളമുള്ള 3 സ്പാനുകളിലായി 48 മീറ്റർ നീളവും ഇരുവശത്തും 1.30 മീറ്റർ വീതിയുള്ള നടപ്പാതകളും ഉൾപ്പെടെ പാലത്തിന് 11 മീറ്റർ വീതിയുമാണുള്ളത്. 80 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാടിന്റെ വികസനത്തിനായി ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടു നൽകാൻ യോഗത്തിൽ സ്ഥല ഉടമകൾ സമ്മതം നൽകി. മണക്കട പാലത്തിന്റെ പടിഞ്ഞാറ് അപ്രോച്ച് റോഡ് പുല്ലാമ്പ് റോഡ് വാഗ കാക്കാത്തുരുത്ത് കോളനി വഴി കാർത്തിയാനി ക്ഷേത്രം വരെയാണ് അലൈൻമെന്റ് ചെയ്തിട്ടുള്ളത്. പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം നടത്തും. യോഗത്തിൽ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ഓഫീസ് പരിസരത്ത് പഴത്തോട്ടവും പൂന്തോട്ടവും ഒരുക്കി മനോഹരമാക്കിയിരിക്കുകയാണ് ഷാജു ലോനപ്പൻ എന്ന ഉദ്യാനപാലകനായ തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ. മാലിന്യം നിറഞ്ഞ വൃത്തിഹീനമായി കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണ് ഈ ഷാജുവിന്റെ പ്രവർത്തനം. തൃശൂർ പാലസ് റോഡിൽ പ്രവർത്തിക്കുന്ന ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും പരിസരവുമാണ് പൂന്തോട്ടവും പഴത്തോട്ടവും നിർമ്മിച്ച് ചിയാരം സ്വദേശിയായ ഷാജു ലോലപ്പൻ മനോഹരമാക്കിയിരിക്കുന്നത്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ജോലി ഒട്ടും ബാധിക്കാതെയാണ് ഷാജുവിന്റെ ദിവസേനയുള്ള തോട്ടപരിപാലനം. റോഡിലൂടെ കടന്നു പോകുമ്പോൾ വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലമാണ് ഇന്ന് പല വൃക്ഷങ്ങളുടെയും പൂക്കളുടെയും തോട്ടമായി മാറിയിരിക്കുന്നത്. ഓഫീസിന് മുന്നിൽ ഫുട്പാത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഹൈബ്രിഡ് തരത്തിലുള്ള അമ്രപാലി, മല്ലിക, ബംഗാരപ്പള്ളി തുടങ്ങി വിവിധ തരം മാവുകൾ,
നെല്ലി, കുരുമുളക്, 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവുകൾ, എളന്തപ്പഴം, സീഡ്ലെസ് നാടൻ ചാമ്പ, സപ്പോട്ട, റെഡ് ലേഡി പപ്പായ, റംബൂട്ടാൻ, കായ്ക്കാറായി നിൽക്കുന്ന അബിയു തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഈ ഫലവൃക്ഷങ്ങൾക്കിടയിൽ ഭംഗിയായി നട്ട വിവിധതരം ഇലച്ചെടികളും വളർന്നു നിൽക്കുന്നു. ഓഫീസ് അങ്കണത്തിൽ 10,000 രൂപയോളം മുടക്കി 20ഓളം ചട്ടികളിലായി നട്ടുവളർത്തിയ 12 തരം ബോഗൺവില്ല പൂന്തോട്ടവും ഏവരുടെയും മനം കവരുന്നതാണ്. നമ്മുടെ കോവിഡിൻ്റെ ഒരു സമയത്താണ് ഈ ഫ്രണ്ടിൽ കാണുന്ന മാവും അതുപോലുള്ള സാധനങ്ങളൊക്കെ നട്ട് അത് വളർന്നു വരുന്നത് കണ്ടപ്പോൾ നമുക്ക് ഇത് നട്ട് കഴിഞ്ഞാൽ വിജയിക്കുമെന്നൊരു തോന്നൽ വന്നു. അപ്പോൾ അങ്ങനെയാണ് പതിയായിട്ട് ഒരു 10-30ഓളം വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും പൂക്കളൊക്കെ ആയാലും നമ്മളിവിടെ നട്ട് വളർത്തിയത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ, റോട്ടിൽ കൂടെ ആളുകൾ നോക്കി പോകുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. കൃഷിയോട് പൊതുവെ താല്പര്യമുണ്ട്. ഞാൻ വീട്ടിൽ നട്ടേക്കുന്ന ഒരുവിധ എല്ലാ സാധനങ്ങളും എൻ്റെ ഓഫീസിലും ഞാനത് കൊണ്ടുവന്ന് നട്ട് ഇവിടെ പരിപാലിക്കുന്നുണ്ട്. കൂടാതെ ഓഫീസിന് പുറകുവശത്തായി കുന്നൻ വാഴകൾ, പ്ലാവുകൾ, റംബൂട്ടാൻ, ഫാഷൻ ഫ്രൂട്ട്, ഒടിച്ചുകുത്തി നാരകം, മാവുകൾ, തായ്ലാന്റ് പിൻഡ് ചാമ്പ, അനാർ, വിവിധ തരം പേര തുടങ്ങി എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്നു. ഫലങ്ങൾ പാകമാകുമ്പോൾ ജീവനക്കാർ തന്നെ ഉപയോഗിക്കുകയാണ് പതിവ്. റോഡ് സൈഡിലുള്ള കായ്ഫലങ്ങൾ ആവശ്യക്കാർ പറിച്ചുകൊണ്ടുപോകും. ദിവസവും രാവിലെ 8:30 ഓഫീസിലെത്തുന്ന ഷാജു ഇവയെ മക്കളെ പോലെയാണ് പരിപാലിക്കുന്നത്. സ്ഥലമാറ്റത്തിന്റെ ഭാഗമായി 1 വർഷം കൊയിലാണ്ടിയിലേക്ക് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഇവിടെ വാച്ച്മാൻ ആയിരുന്ന സുനിലാണ് ഇവയെ നനച്ച് പരിപാലിച്ചു പോന്നത്. മാലിന്യ കൂമ്പാരമായി മാറുമായിരുന്ന ഓഫീസ് പരിസരം ഫലവൃക്ഷങ്ങളും ചെടികളും നട്ട് പരിപാലിക്കാൻ കഴിഞ്ഞതിൽ വളരെ ആത്മസംതൃപ്തിയുണ്ടെന്ന് ഷാജു ലോലപ്പൻ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച മുരിയാട് പഞ്ചായത്തിൽ ക്ലീൻ ഗ്രീൻ ഡേ ആചരിച്ചു. വിവിധ വാർഡുകളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കാളികളായി. വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി പറഞ്ഞു. തിരുവല്ലാമലയിൽ തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു. തിരുവല്ലാമല പറക്കോട്ടുപാടം തെഞ്ചേരി വീട്ടിൽ അരവിന്ദാക്ഷന്റെ ഭാര്യ 44 വയസ്സുള്ള ധന്യശ്രീയാണ് മരിച്ചത്. ഭർത്താവിന്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പഴയന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തോടനുബന്ധിച്ചുള്ള ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്ര മൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സമിതി വൈസ് പ്രസിഡന്റ് സേതു തിരുവെങ്കടം അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാരം നേടിയ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ കൌൺസിലർ VK സുജിത, പ്രഭാകരൻ മണ്ണൂർ, ബാലൻ വാർനാട്ട, വിനോദ് കുമാർ അകമ്പടി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പാചക തൊഴിലാളികളെ വേജസ് ആക്ടിൽ നിന്ന് മാറ്റി വേതനത്തിന് പകരം ഓണറേറിയം മാത്രം നൽകാനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്ന് കേരള സ്കൂൾ പാചക തൊഴിലാളി സംഘടനയായ HMS തൃപ്രയാറിൽ ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന അവകാശ പ്രഖ്യാപന കൺവെൻഷൻ സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഓമന ശിവൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി G ഷാനവാസ്, HMS ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി, PM ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പൂവത്തൂർ മുതൽ പാവർട്ടി വരെയുള്ള പൊതുമരാമത്ത് റോഡിന്റെ ടാറിംഗ് ജോലികൾ ഉടൻ പൂർത്തിയാക്കണമെന്നും കാനകൾ ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണമെന്നും മെർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TR രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, PM മുഹമ്മദ് അമീൻ, PT ജോൺ, CJ ഷാജി, MF ജോസ്, CC ദേവസി എന്നിവർ സംസാരിച്ചു. നിങ്ങളടക്കമുള്ള ജില്ലയിലെ 10,000 ഇന്ന് നമ്മുടെ മുന്നിലും. മാതൃദിനത്തോടനുബന്ധിച്ച് വനിതാ ലീഗ് ചാമക്കാല ശാഖാ കമ്മിറ്റി അമ്മമാരെ ആദരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ആൻഡോ P പോൾ ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് രഹന റഷീദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റഹീന അൻവർ, അസ്ന റിയാസ്, മുസ്ലിം ലീഗ് ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളായ PA മൊയ്തു, PK മുഹമ്മദ് അലി ഹാജി, EK മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. അടുത്തത് ദേവുധർമ്മൻ കുറ്റിക്കാട്ട്, തങ്കം ഹർഷൻ ചീരാശ്ശേരി.
അടുത്തതായി കയ്യാമുക്കുഞ്ഞി കളത്തി. പോർക്കുളം സേവാഭാരതിയുടെ വാർഷിക പൊതുയോഗം നടന്നു. മനോജ് കുമാർ കരുമത്തൽ അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി MG പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി PU സനീഷ്, രാഷ്ട്രീയ സ്വയം സേവക സംഘം ഘട് കാര്യവാഹ് KV ഭവീഷ് എന്നിവർ സംസാരിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘ തൃശൂർ ജില്ലാ സമ്മേളനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഡോക്ടർ CG നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. BVVS ജില്ലാ പ്രസിഡന്റ് വെള്ളാട്ട് രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി S സന്തോഷ്, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി CV പ്രേംകുമാർ, ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് M വിനീത്, BVVS സംസ്ഥാന സെക്രട്ടറി PS രഘുനാഥ്, BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, സഹകാർ ഭാരതി സംസ്ഥാന കമ്മിറ്റി അംഗം PA വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ ഭഗവതിയുടെ പ്രതിഷ്ഠാദിനം ചൊവ്വാഴ്ച ആഘോഷിക്കും. തന്ത്രി ബ്രഹ്മശ്രീ താമരപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ദീപാരാധന, നിറമാല, താരങ്ങളുടെ അകമ്പടിയോടെ ഗജവീരനോടുകൂടി പ്രദക്ഷിണം, പ്രസാദ ഊട്ട് എന്നിവയുണ്ടാകും. വാടാനപ്പള്ളി നടുവിൽക്കര പ്രാചീന കേരള കളരി സംഘത്തിന്റെ ഗുരുനാഥൻ PK മുഹമ്മദ് ഗുരുക്കളുടെ അനുസ്മരണ യോഗവും കളരി പ്രദർശനവും മത്സരങ്ങളും കണ്ടശാങ്കടവിൽ നടന്നു. പുരോഗമന കലാസാഹിത്യ സമിതി സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് അംഗം സുജിത്ത് അധ്യക്ഷനായി. ACP KC സേതു, ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു. മറ്റത്തൂർ ആവിട്ടപ്പള്ളി ഹിൽവ്യൂ റെസിഡൻസ് അസോസിയേഷന്റെ 7ാമത് വാർഷികം പഞ്ചായത്ത് അംഗം MS സുമേഷ് ഉദ്ഘാടനം ചെയ്തു. KS റോബി അധ്യക്ഷത വഹിച്ചു. T ബാലകൃഷ്ണ മേനോൻ, KV ഹരീന്ദ്രൻ, KJ സെൽവൻ എന്നിവർ സംസാരിച്ചു. ഗായകൻ AS മിലൻ, ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ഉഷ മാണി, GD സലീഷ്, +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സൂര്യഗായത്രി, KB കൃഷ്ണപ്രിയ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. എടത്തിരുത്തി സ്നേഹ സംഗമം കൂട്ടുകുടുംബം 15ാം വാർഷികാഘോഷവും പഠനോപകരണ വിതരണവും എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. സ്നേഹസംഗമം പ്രസിഡന്റ് ഉഷ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. RI സക്രിയ, ഷൈജൻ ശ്രീവത്സം, അബ്ദുൾ അസീസ് തളിക്കുളം, വസന്തകുമാരി എന്നിവർ സംസാരിച്ചു. സ്നേഹത്തോടുകൂടി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ഇതിന് മുൻകൈയെടുത്ത ആദ്യകാല പ്രവർത്തനം തൊട്ട് മിസ്റ്റർ സുകുമാരൻ, JG ബാലൻ, അതുമായിട്ട് ടീം. കയ്പമംഗലം കൊപ്രാക്കളം ബുസ്താനുൽ ഉലാം അറബിക് കോളേജിൽ ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് യാത്രയപ്പ് സംഘവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. KNM സംസ്ഥാന സെക്രട്ടറി K അബ്ദുൽ ഹസീബ് മദനി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് അധ്യക്ഷനായി. ഷമീർ സ്വലാഹി ക്ലാസ് നയിച്ചു. കലാസാംസ്കാരിക കൂട്ടായ്മയായ ആലപ്പാട് ചന്ദ്രതാര തിയേറ്റേഴ്സിന്റെ 66ാം വാർഷികം ആഘോഷിച്ചു. പ്രസിഡന്റ് VS കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ബലരാമൻ പെരുമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ചന്ദ്രതാര തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ നാട്ടിലെയും പരിസര പ്രദേശങ്ങളെയും ഗായകരെയും അഭിനേതാക്കളെയും അണിനിരത്തി രൂപീകരിച്ച ഗാനമേള ട്രൂപ്പിന്റെ ഗാനമേളയും നാടക സംഘത്തിന്റെ നാടകവും അരങ്ങേറി. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ശബ്ദാനുകരണ ശില്പശാലയ്ക്ക് സാഹിത്യ അക്കാദമിയിൽ തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ തൃശൂർ പ്രസിഡന്റ് KT കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. മിമിക്രിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രഗത്ഭർ നയിക്കുന്ന ക്ലാസുകളും പ്രഭാഷണങ്ങളും പരിശീലനങ്ങളും മിമിക്രി അവതരണങ്ങളും 2 ദിവസങ്ങളായി ശില്പശാലയുടെ ഭാഗമായി അരങ്ങേറി. പിന്നെ അദ്ദേഹം നല്ല രീതിയിൽ ആദ്യ സെഷനിലേക്ക് കടക്കും. യാത്രക്കാരി
ട്രെയിൻ നമ്പർ 6-2-1-0 ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ചെന്നൈ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ 2 एतिचेरुनु यात्रियों कृपया ध्यान दीजिए खाली संख्या 2A0 चेन्नई से मंगलापुरम तक जाने वाली चेन्नई मैंगलोर इंटरसिटी एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म नंबर 2 पर आएंगे। पैसेंजर्स काइंड अटेंशन प्लीज। ट्रेन नंबर 6210 चेन्नई। പഴഞ്ഞി വിശുദ്ധ യൂഹാനോൻ മന്താന പള്ളിയിലെ പെരുന്നാൾ ആഘോഷിച്ചു. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കൈസ്ഥാനി CJ സന്തോഷ്, സെക്രട്ടറി സലിൻ C സൈമൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ചേറ്റുവയിൽ നിന്നും 16 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച അപകടം. 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു, 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. വടാനപ്പള്ളിയിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് ഒരാൾ മരിച്ചു. വിളപ്പായ സ്വദേശി റിച്ചാർഡ് നിക്സൺ ആണ് മരിച്ചത്. എരുമപ്പെട്ടി മേഖലയിൽ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. വെള്ളാറ്റഞ്ഞൂർ പഴവൂർ പ്രദേശങ്ങളിലെ വീടുകളിൽ വയറിംഗ് പൂർണ്ണമായി കത്തിനശിച്ചു. വെള്ളാറ്റഞ്ഞൂരിൽ തെങ്ങിന് തീപിടിച്ചു. CBSE +2 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. +2വിൽ 99.9% വിജയത്തോടെ തിരുവനന്തപുരം മേഖല മുന്നിൽ. +1 പ്രവേശനത്തിൽ അധിക ബാച്ച് അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.